എല്ലാവർക്കും മല്ലു ബിഗ് ബോസ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ പുതിയ ലൈവ് അപ്ഡേറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ സീസണിലെ പോലെ തന്നെ ഇറിറ്റേറ്റിംഗ് ക്യാരക്ടർ കൊണ്ട് വമ്പിച്ച മുന്നേറ്റം ആണ് അനീഷ് കാഴ്ചവെക്കുന്നത്. എല്ലാവരെയും വെറുപ്പിച്ചും നിന്ന നിൽപ്പിൽ തന്നെ നിറം മാറിയും അനീഷ് കളം മാറ്റിച്ചവിട്ടുന്നുമുണ്ട്. എന്നാൽ ഇത്തവണ കോംബോ വന്നില്ല എന്ന് പലരും പറഞ്ഞു കേട്ടിരുന്നു. ആരൊക്കെ കോംബോ ആകാൻ ചാൻസ് ഉണ്ട് എന്നുമുള്ള പല പ്രഡിക്ഷൻസും പ്രേക്ഷകർ നടത്തുന്നുമുണ്ടായിരുന്നു. എന്നാലിപ്പോഴത്തെ അതിനൊരു കനൽ തിരി എന്ന് പറയുന്നത് പോലെ ഒരു ക്ലിപ്പ് ആണ് ബിഗ് ബോസ് ലൈവിൽ കാണിച്ചിരിക്കുന്നത്. റെന ഫാത്തിമയും ആര്യനും തമ്മിൽ ഉള്ള സംഭാഷണം ആണ് ലൈവിൽ. കൈയൊക്കെ പിടിച്ച് ആര്യൻ റെനയോട് പറയുന്നുണ്ട്, നിനക്ക് എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും നീ എന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കിയാൽ മതി, ഞാൻ നിന്റെ കൂടെ നിൽക്കാം, എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. നിനക്ക് നിന്റെ സൗണ്ട് വോയിസ് റൈസ് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ നീ ജസ്റ്റ് എന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കിയാൽ മതി, ഞാൻ നിന്റെ കൂടെയുണ്ട്, കട്ടക്ക് കൂടെയുണ്ട് എന്നൊക്കെ റെനയോട് ആര്യൻ പറഞ്ഞിട്ട് ഒരു ഉറപ്പൊക്കെ കൊടുത്തിട്ട് ആര്യൻ പോകുന്നുണ്ട്. എന്താണ് ആര്യൻ ഉദ്ദേശിച്ച സംഭവം എന്ന് വ്യക്തമല്ല. ചിലപ്പോൾ ഇന്നലെ നടന്ന ഏജ് സംബന്ധിച്ച പ്രശ്നത്തിന്റെ ഭാഗമായിട്ട് ഇന്നലെ റെന ഒറ്റയ്ക്കാണ് പോരാടിയത്. അതെല്ലാം കണ്ട് മുൻകരുതൽ എന്ന പോലെ ഒറ്റക്കല്ല കൂട്ടിന് താനുണ്ട് എന്ന ഉദ്ദേശത്തിലാവും ആര്യൻ ചിലപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടാവുക. എന്തു തന്നെയായാലും ഇരുവരും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ആണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫ്രണ്ട്ഷിപ്പിന്റെ ഭാഗമായിട്ട് ഒരു കോംബോ ഉടലെടുക്കാൻ ഉള്ള സാധ്യതയാണോ അത് എന്നും വേണമെങ്കിൽ പറയാം. റെന ഫാത്തിമയെ സംബന്ധിച്ച് നല്ല സ്മാർട്ട് ആയിട്ടുള്ള ഇന്റലിജന്റ് പ്ലെയർ ആണ്. കോംബോ ഇല്ലാതിരുന്ന അത് അത്രയും നല്ലത് എന്ന് തന്നെ റെനയുടെ കേസിൽ പറയാം. പക്ഷേ ആര്യൻ കോംബോ ഉണ്ടാക്കാൻ ഉള്ള ശ്രമത്തിലാണ്. തനിക്ക് അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ കോംബോ നിർബന്ധമാണ് എന്ന ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. അത് ഇനി ഫ്രണ്ട്ഷിപ്പ് കോംബോ ആണോ അതോ ലോവ് കോംബോ ആണോ എന്ന് കണ്ടറിയണം. എന്തായാലും ഇത്തവണത്തെ കോണ്ടസ്റ്റന്റ്സ് എല്ലാവരും ഒന്നിനൊന്നു മെച്ചം എന്ന് തന്നെ പറയാം. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ബിഗ് ബോസ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.